അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബ്ലസ്സിനുമായിട്ട് ഈ മീറ്റിങ്ങിൽ ആയിരുപ്പാൻ, ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സൂം ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പാസ്റ്റർ അറിയിച്ച പോലെ ഞങ്ങൾ മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിലും ക്രിസ്തുവിലുള്ള ആ സ്നേഹം പങ്കിടുവാൻ കഴിഞ്ഞ ചില നാളുകളിലായിട്ട് ദൈവം ഇടയാക്കി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വളരെ ആഴമായി ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സായാഹ്ന സമയത്തെ ചിന്തയ്ക്കായിട്ട് പഴയ നിയമത്തിലെ ഒരു പ്രത്യേക പാസേജാണ് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. ആ പ്രത്യേക ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകൾ എത്തിയിരിക്കുന്നു. ഹോശേയയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് പ്രാരംഭമായിട്ട് നാം വായിക്കുവാൻ പോകുന്നത്. ദ ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 2 വേഴ്സസ് 14 ത്രൂ വേഴ്സ് 18. ആ ഭാഗമാണ്. ആർക്കെങ്കിലും ദയവായിട്ട് വായിച്ച് സഹായിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാൾ എന്ന പോലെയും വിധേയയാകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയോനെ എന്നല്ല, ഈശി ഭർത്താവെ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ചില നിമിഷങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള നിമിഷങ്ങൾ, ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ആ സന്ദേശം ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കി ഈ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി മനസ്സിലാക്കുവാൻ അല്പമായ ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ് ഹോശേയയുടെ പുസ്തകം. ദൈവത്തെ വീണ്ടും വീണ്ടും വിട്ടകന്ന ഒരു കൂട്ടം ദൈവജനത്തോട്, അല്ലെങ്കിൽ പരസംഗം ചെയ്ത ആത്മീകമായ ഒരു പരസംഗത്തിലേക്ക്, ആത്മീയമായി സത്യദൈവത്തെ വിട്ട് വീണ്ടും വീണ്ടും മാറിയ ഒരു ജനതയാണ് ഇസ്രായേൽ ദൈവജനം. അതിന് ശരിക്കുമുള്ള ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞത് പാസ്റ്റർ പോൾ ഉപയോഗിച്ച ആ പദമാണ് ആത്മീകമായ ഒരു വ്യഭിചാരത്തിൻ്റെ, ഒരു സ്പിരിച്വൽ അഡൾട്ടറി. ദൈവത്തോട് ഉള്ള സ്നേഹത്തിൽ നിന്ന് വിട്ട് വീണ്ടും വീണ്ടും അന്യ ദേവന്മാരുടെ പുറകെ പോയ ഒരു പ്രത്യേക ജനത. എന്നാൽ ഈ ജനത്തോട് ദൈവത്തിന് ഉള്ള ആഴമായ സ്നേഹത്തെ വരച്ച് കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഹോശേയാവിൻ്റെ പുസ്തകം. ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ പ്രവാചകനായ ഹോശേയാവിനോട് ഒരു ഇൽ റെപ്യൂട്ടുള്ള ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ വിവാഹം കഴിപ്പാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത ആഴമായ സ്നേഹത്തെ ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അത് തൻ്റെ ജീവിതത്തിലൂടെ ഇസ്രായേൽ ജനതയെ കാണിക്കത്തക്ക വിധത്തിൽ അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ആ ഒരു ഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും ആഴമായ ആ ഒരു അന്തസത്ത മനസ്സിലാക്കണമെങ്കിൽ ഹോശേയാവിൻ്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിലേക്ക് പ്രാരംഭമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാം. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ആ വാക്യമാണ് ആ പുസ്തകത്തെ മുഴുവനായി, അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് 14-ാം വാക്യമാണ്.
ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. രണ്ട് വാക്യങ്ങൾ, രണ്ട് പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ചെലുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആത്മികമായ ഒരു പിന്മാറ്റം. ആത്മികമായ ഒരു പിന്മാറ്റം. ഇംഗ്ലീഷിൽ ചില വേർഷൻസിൽ ഐ വിൽ ഹീൽ ദെയർ വേവേർഡ്നെസ്. അങ്ങനെ ഒരു ചഞ്ചല ഹൃദയരായ വേവേർഡ്നെസ് ഉള്ള, വീണ്ടും വീണ്ടും ദൈവത്തെ വിട്ട് മാറുന്ന സ്വഭാവമുള്ള ഒരു ദൈവജനം. രണ്ടാമതായി അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗം, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഐ വിൽ ലവ് ദം ഫ്രീലി. അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഇന്ന് സായാഹ്നത്തിൽ ദൈവജനത്തോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ആ വേവേർഡ്നെസ്സിനെ, നമ്മുടെ ആ പിന്മാറ്റത്തെ വീണ്ടും വീണ്ടും ചികിത്സിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ വീണ്ടും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം മനസ്സിലാക്കുന്നത്, നാം സ്നേഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിൻ്റെ വചനം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങളത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ വേവേർഡ്നെസ്, ആ പിന്മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിനാൽ എന്നെ ചികിത്സിച്ച് ഭേദമാക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു ചർച്ചിൻ്റെ ഭാഗമായെന്നിരിക്കാം, ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു സഭയിൽ നാം നിരന്തരമായി പോയെന്നിരിക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ സായാഹ്നത്തിൽ ദൈവമേ, ഈ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ വളരെ ഹൃദ്യമായി, ആഴമായി എന്നോട് സംസാരിച്ച് ആ സ്പിരിച്വൽ വേവേർഡ്നെസ്, ആ പിന്മാറ്റം എന്നിലുണ്ടെങ്കിൽ ദൈവവചനത്താൽ ചികിത്സിച്ച് എന്നെ ഭേദമാക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹോശേയാവിൻ്റെ ആ പുസ്തകം നാം വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആ ഭാഗത്ത് നിന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ദൈവം ഹോശേയാവിലൂടെ ദൈവജനത്തോട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇപ്പോൾ ഈ ഭാഗം 14 മുതൽ അതിൻ്റെ അവസാന വരെയുള്ള വാക്യത്തിൽ ഒരു ആത്മീകമായ ഒരു പുനഃസ്ഥാപനം, ഒരു റെസ്റ്റോറേഷൻ, അതിൻ്റെ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ദൈവത്തെ വിട്ട് പരസംഗം ചെയ്ത ആത്മീകമായ ഒരു വ്യഭിചാരത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ഈ ജനത്തെ ദൈവം തന്നിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഈ 14 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. 3 പ്രത്യേക കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, ദ ലൊക്കേഷൻ ഓഫ് ദി സ്പിരിച്വൽ റെസ്റ്റോറേഷൻ. 2, അതിൻ്റെ പർപ്പസ്. ദൈവം എന്താണ് അവിടെ ചെയ്യുന്നത്? ദൈവം ആ സ്പിരിച്വൽ ആത്മീക പ്രക്രിയയിലൂടെ എന്ത് മാറ്റങ്ങളാണ് ഈ ജനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? 3, ആ പുനഃസ്ഥാപനത്തിന് അതിൻ്റെ അനന്തരമായി ദൈവം അവർക്ക് പ്രോമിസ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ആ ഭാഗത്ത് കാണുന്നു. അതിനെപ്പറ്റി വളരെ അല്പമായി സംസാരിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതുള്ള ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹോശേയിലൂടെ പറയുക, അവൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇപ്പോൾ ദൈവത്തെ വിട്ട ഒരു ദൈവജനത്തെ ആത്മികമായി പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവം ചെയ്യുന്ന കാര്യം, ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് അവരെ മാറ്റി അവരിൽ താൻ ആഗ്രഹിക്കുന്ന ആത്മികമായ വ്യത്യാസങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ആ പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായി മരുഭൂമിയിൽ കൊണ്ടുവന്ന്, അവിടെ എഴുതിയിരിക്കുന്നു, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു,
അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഐ വിൽ സ്പീക്ക് ടെൻഡർലി ടു ഹെർ. വളരെ ജെന്റലി അവളെ പറഞ്ഞ് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ആത്മികമായ ആ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥ ചികിത്സിക്കുവാൻ വേണ്ടി ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ അവളെ കൊണ്ടുവന്ന് അവളെ ആത്മികമായ ഒരു പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും. ഈ സായാഹ്നത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരോ ഞാൻ പറയട്ടെ, നാം വിൽഡർനെസ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന അവസ്ഥ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പല അവസ്ഥകൾ നോക്കുമ്പോൾ, സാമ്പത്തികമായ അല്ലെങ്കിൽ ജോലിപരമായ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നാം മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഭാഗത്തിലൂടെ നാം കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരു വളരെ സുഗമമായി എല്ലാം നടക്കുന്ന ആ അവസ്ഥയിലല്ല ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ മരുഭൂമിയുടെ അവസ്ഥകളിൽ നമ്മോട് സംസാരിക്കുന്ന, പലപ്പോഴും എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ വേദനകളുടെ, നമ്മുടെ ആ ഒരു ഭാരത്തിൻ്റെ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും നമ്മോട് സംസാരിക്കുന്നത്. വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ, C.S. ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗോഡ് വിസ്പേഴ്സ് ടു അസ് ഇൻ അവർ പ്ലഷർ ആൻഡ് ഷൗട്ട്സ് ടു അസ് ഇൻ അവർ പെയിൻ. നമ്മുടെ സന്തോഷങ്ങളിൽ ദൈവം പലപ്പോഴും വളരെ മൃദുവായി സംസാരിക്കുന്നു, എന്നാൽ നമ്മുടെ വേദനകളിൽ അവൻ നമ്മോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന അവസ്ഥകളുണ്ട്. When God is hedging you in, it is with a definite purpose. എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് ഒരു 25 വർഷം ആ ഒരു സേവകായിൽ മിനിസ്ട്രിയിലായിരിക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന പലപ്പോഴും വിൽഡർനെസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അവസ്ഥകളിൽ എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, ആ സമയങ്ങളിലെല്ലാം ദൈവം എന്നോട് സംസാരിച്ച, ഹൃദ്യമായി ആഴമായി സംസാരിച്ച നിമിഷങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട്. എന്നെ പഠിപ്പിച്ച ആത്മീകമായ തത്വങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ ആ 40 വർഷത്തെ മരുഭൂ യാത്രയിൽ അവരെ പഠിപ്പിച്ച ആത്മീകമായ പാഠങ്ങൾ, ആത്മീകമായ തത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് സായാഹ്നത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തർ ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മീകമായ ഒരു വരണ്ട അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെ നോക്കി വരണ്ട അവസ്ഥ, മരുഭൂമി അവസ്ഥ, വേദനയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി, ഇന്ന് സായാഹ്നത്ത് പറയട്ടെ, ദൈവത്തോട് ചോദിക്കുവാൻ കഴിയണം, ദൈവമേ, ഈ അവസ്ഥയിൽ അങ്ങ് പറയുന്നത്, അങ്ങ് എന്നെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുവാനുള്ള ആത്മികമായ ചെവികൾ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിപ്പാൻ കഴിയണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം, കർത്താവേ, എൻ്റെ ആ മരുഭൂമി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആ അവസ്ഥയിൽ അങ്ങ് എന്താണോ ആത്മികമായി എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് എൻ്റെ പിന്മാറ്റത്തെ ഭേദമാക്കുവാൻ, ചികിത്സിപ്പാനാണെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള ആത്മികമായ ആ റെസ്പോൺസ് ഉണ്ടാകുവാൻ എന്നെ അങ്ങ് തയ്യാറാക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ആത്മികമായ ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പരിവർത്തനത്തിലേക്ക്, ഒരു രൂപാന്തരത്തിലേക്ക്, ഒരു പുനഃസ്ഥാപനത്തിലേക്ക് ഈ മരുഭൂമിയുടെ, ഈ വേദനയുടെ അവസ്ഥകൾ മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുക. ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് എന്ത് ആത്മികമായ പാഠങ്ങൾ അല്ലെങ്കിൽ എന്ത് വ്യത്യാസങ്ങളാണ് ഈ ജനത്തിൽ ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഇനി തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു 3 പ്രത്യേക ഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ അവിടെ
അവളുടെ യൗവന കാലത്തിലെ പോലെയും അവൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ പോലെയും വിധേയ ആകും. ഈ ഭാഗം വായിക്കുമ്പോൾ ആ എബ്രായ ഭാഷയിൽ ഇവിടെ വിധേയ ആകും എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ചില ഭാഗങ്ങളിൽ ആൻസർ, ഷി വിൽ ആൻസർ ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ഹർ യൂത്ത്, ഷി വിൽ റെസ്പോണ്ട് ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ഹർ യൂത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്തിൻ്റെ, ആ വാക്കിൻ്റെ ശരിയായ ഒരു ഭാഷാന്തരം പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ മെജോറിറ്റി ഓഫ് ദ സ്കോളേഴ്സ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഷീ വിൽ റെസ്പോണ്ട് ടു മീ ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ഹർ യൂത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. മറുപടി പറയുക, പ്രതികരിക്കുക, വീണ്ടും ഒരു സ്വീകരണക്ഷമതയുള്ള ഒരു വ്യക്തിയായി മാറുക, അതൊക്കെയാണ് ആ പ്രത്യേക വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ ആഴമായിട്ട് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ആത്മീക സംവേദനക്ഷമത അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കാലക്രമേണ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ദൈവജനം. അവര് പാപവും വിഗ്രഹാരാധനയും കാരണം ഇസ്രായേൽ ആത്മീകമായ പിന്മാറ്റത്തിലേക്ക്, ഒരു മന്ദതയിലേക്ക് അവർ നീങ്ങുകയാണ്. അതിന് തൽഫലമായി സംഭവിച്ചത് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയുന്ന അല്ലെങ്കിൽ വിധേയത്വമുള്ള ഒരു ഹൃദയം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ദൈവജനത്തോട് ദൈവം ഇപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കും. തൽഫലമായി നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ദർ വിൽ ബി എ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, ഒരു ആത്മീകമായ ഒരു സംവേദനക്ഷമത, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും ഞാൻ വളരെ ശാന്തമായിട്ട് ചോദിക്കട്ടെ, കാലക്രമേണ നമുക്ക് നഷ്ടമായത് അങ്ങനെയുള്ള ഒരു ആത്മീകമായ ഒരു സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഇന്ന് ഈ ഉപവാസത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം. കർത്താവേ, എനിക്ക് ആവശ്യമായത് എൻ്റെ ആദ്യ ദിവസങ്ങളിലെ പോലെ ആത്മീകമായ ഒരു സംവേദനക്ഷമത, ആത്മീകമായ ഒരു സംവേദനക്ഷമത, ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി എനിക്ക് തരണമേ എന്ന് ഇന്ന് സായാഹ്നത്തിൽ എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? കർത്താവിനെ സ്വീകരിച്ച ആദ്യ ദിവസങ്ങളിൽ ദൈവവചനം കേട്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ദൈവവചനം കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ ആയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ആ മനോഹരമായ ദിവസങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. കാലക്രമേണ ജീവിതത്തിൻ്റെ തിരക്കിൽ ആ ഒരു ആത്മീകമായ റെസ്പോൺസ് നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? കർത്താവേ, ആ ഒരു സംവേദനക്ഷമതയിലേക്ക്, ആ ഒരു വിധേയത്തിലേക്ക്, ആ വിനയമുള്ള ഒരു ഹൃദയത്തിലേക്ക് പ്രതികരിക്കുന്ന, ആത്മീകമായി അങ്ങയുടെ വചനത്തോട് പ്രതികരിക്കുന്ന ഒരു ഹൃദയം വീണ്ടും എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഇപ്പോൾ ദൈവത്തിലേക്ക് തിരികെ വരുന്ന ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, he wants to give them that spiritual responsiveness or spiritual sensitivity. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. രണ്ടാമതായി ദൈവം അവരിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസമാണ് 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ ഹീബ്രു ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ബാലി എന്നുള്ള ആ പദങ്ങൾ, ഭർത്താവിനും ബാലുമുള്ള ആ പദങ്ങൾ വളരെ സാമ്യമുള്ളത് കൊണ്ടാണ് ദർ ഇസ് എ വേർഡ് പ്ലേ ദെയർ. ഇപ്പോൾ എഴുതിയിരിക്കുക, നീ എന്നെ ബാലി എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും. ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം എന്താണ് യഥാർത്ഥമായിട്ട് ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് അവരിൽ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകണം. രണ്ടാമതായി ദൈവം അവരിൽ ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഒരു നിമിഷം എന്നോടുകൂടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും.
നാം എല്ലാവരും, നിങ്ങൾ ഗൾഫിലായിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനികളിൽ, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോസിനെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ അതിൻ്റെ മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ ഓണറിനെ നമുക്കുള്ള ഒരു ബഹുമാനമുണ്ട്. നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാടുണ്ട്. നാം സാധാരണയായിട്ട് കഠിന അധ്വാനം ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല, എന്നാൽ എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന സാലറിക്ക് അതുകൊണ്ടാണ് നാം ആ കമ്പനികളിൽ നാം ജോലി ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടില്ല, ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് ഈ മാസം എനിക്ക് പൈസ ഒന്നും വേണ്ട, കാര്യം എനിക്ക് എൻ്റെ ബോസിനോട്, എൻ്റെ യജമാനോട് വളരെ സ്നേഹമായതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഈ മാസം ജോലി ചെയ്യും, എനിക്ക് ശമ്പളമൊന്നും വേണ്ട എന്ന് നമ്മൾ സാധാരണ നല്ല ഒരു മാനസിക സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ ആരും പറയുകയില്ല. ആ മാനേജറുമായിട്ടുള്ള, ആ ബോസുമായിട്ടുള്ള ബന്ധം ആ ശമ്പളത്തിനതീതമായ ഒരു ബന്ധം സാധാരണ രീതിയിൽ നമുക്ക് ആർക്കും ഇല്ല. ആ മാനേജറിനെ അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ആ ജോലിയുടെ ഭദ്രതയിൽ മാത്രമുള്ള ഒരു ഭയമാണ് നമുക്കുള്ളത്. അതിനപ്പുറമായ ഒരു ഭയമോ സ്നേഹമോ ആദരവോ ഒരിക്കലും നമുക്കില്ല. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ ആ സമയം വരെ ദൈവത്തെ വിളിക്കുന്നത് യജമാനനെ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ സാധ്യതയുള്ളത്, അനുഗ്രഹങ്ങളെ മാത്രം ചിന്തിച്ച് യജമാനനെ എന്ന് വിളിക്കുന്നതിനതീതമായ ഒരു സ്നേഹബന്ധം അവരിൽ ഇല്ലാത്ത ഒരു ബന്ധം, ഒരു അടുപ്പമായ ഒരു ബന്ധം ഇല്ലാത്ത ആത്മീകമായ ഒരവസ്ഥ. ഇപ്പോൾ ആ വേർഡ് പണ്ണ് മനസ്സിലാക്കണം. ബാൽ എന്ന വിഗ്രഹത്തെ ബാലി എന്ന് വിളിക്കുന്ന, ഉടയവനെ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവർ പോയി. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുകയാണ്, അതല്ല എനിക്ക് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബന്ധം, അതിനപ്പുറമായി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ വിശ്വസ്തതയുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയത്തിലും ഒരു ഔപചാരികതയിലും അധിഷ്ഠിതമായ ബന്ധത്തിൽ നിന്ന് മാറി സ്നേഹത്തിൽ ഉള്ള, അടുപ്പമുള്ള, അതിലധിഷ്ഠിതമായ ഒരു ബന്ധത്തിലേക്ക് ദൈവം അവരെ പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു വൈവാഹിക ജീവിതത്തിലുള്ള ബന്ധം വെച്ച് നോക്കിയാൽ, എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഡ്യൂട്ടിഫുള്ളി അല്ല, എന്ത് മാസത്തിൻ്റെ അവസാനം അവർ തരുമെന്ന് നോക്കിയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് ഞാൻ ചെയ്യുന്നത്, ഞാൻ ത്യാഗം സഹിക്കുന്നത് എല്ലാം ആ പ്രത്യേക വ്യക്തിയോട് ഉള്ള എൻ്റെ അകമഴിഞ്ഞ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഭാഗത്തേക്ക് ഞാൻ പെട്ടെന്ന് വരട്ടെ. ഇന്ന് രാത്രിയിൽ, ഇന്ന് സായാഹ്നത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നാം ദൈവത്തെ ആരാധിക്കുന്നത്, നാം വചനം വായിക്കുന്നത്, നാം ഉപവസിക്കുന്നത്, നമ്മുടെ ആരാധനയ്ക്ക് പോകുന്നത് കേവലം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാണോ, അതോ അതിനപ്പുറമായി അവൻ എൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ആനന്ദമാണ്, ഞാൻ വളരെ സ്നേഹബന്ധത്തിലായതുകൊണ്ട് ആ സ്നേഹബന്ധത്തിൽ നിന്ന് ചെയ്യുന്നതാണ് എൻ്റെ ആരാധന, എൻ്റെ ഉപവാസം, എൻ്റെ വചനവായന എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ ഒരു പുതിയ ബന്ധത്തിലേക്ക് നമുക്ക് വരുവാൻ നമുക്ക് കഴിയണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പലപ്പോഴും നമ്മുടെ തിയോളജിയിൽ വരേണ്ട, നമ്മുടെ പാട്ടുകളിലൊക്കെ വരേണ്ട ഒരു വ്യത്യാസം അതാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആദ്യം പോകുമ്പോൾ ഞങ്ങളൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച ഒരു പാട്ടാണ്, സ്തുതി ആരാധന ഊപ്പർ ജാത്തി ഹെ, ആശിഷ് ദേക്കോ നീച്ചെ ആത്തെ ഹെ. ഈ പാട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ഒരു ചിന്ത.
ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കുമ്പോൾ, അതെല്ലാം ഒരു ഡ്യൂട്ടിഫുൾ ഒബീഡിയൻസ് അല്ല, എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലോ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു ഭയത്തിൽ നിന്നോ ചെയ്യേണ്ടതല്ല. മറിച്ച് ആകമഴിഞ്ഞ ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആദരവിൻ്റെ ഭാഗമായി ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് ഞാൻ മുമ്പോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ പ്രസിദ്ധമായ നാം വായിക്കുന്ന, അല്ലെങ്കിൽ പ്രോഡിഗൽ സൺ എന്ന് നാം വിളിക്കുന്ന ആ സ്റ്റോറി എന്ന് പരിശോധിച്ചാൽ അറിയാം. ആ മൂത്ത പുത്രൻ തിരിച്ചു വന്ന് ഈ പുതിയ ആ മുടിയനായ പുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ ഇളയ പുത്രൻ വീട്ടിൽ വന്ന് അവിടുത്തെ സന്തോഷം കഴിഞ്ഞ ശേഷം, അത് കണ്ട ശേഷം മൂത്ത പുത്രൻ വന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സുവിശേഷത്തിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിലെ ചില വേർഷൻസിൽ, ഐ ഹവ് ബീൻ സ്ലേവിങ് ഓൾ ദിസ് വൈൽ, ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്, പക്ഷെ നീ പ്രത്യേകിച്ച് ഇതിന് ഫലമായിട്ടൊന്നും എനിക്കിതുവരെ തന്നിട്ടില്ല. അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, ഇത് നിന്റെ വീടാണ്. അത് ഞാൻ വളരെ രസകരമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇത് നിന്റെ വീടാണ്, നീ ചെയ്യുന്നത് ഇത് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഞാൻ എന്ത് തരുമെന്നുള്ള ബന്ധത്തിൽ നിന്നായിരിക്കരുത്, മറിച്ച് ഇത് നിൻ്റേതാണ്, നിന്റെ വീടാണ്, നിന്റെ അപ്പന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് കേട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വെൻ യു ഹാവ് ദറ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ദ കിങ്ഡം വർക്ക് വിൽ ബിക്കം യുവർ ഹോം അഫെയർ. ആ കിങ്ഡം വർക്ക് എന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി നോക്കുമ്പോൾ ഇതൊന്നും സ്ലേവിങ് അല്ല, ഇതൊന്നും ബേർഡൻ അല്ല, ഇതൊന്നും ഭാരമല്ല. ആ പ്രാർത്ഥിക്കുന്നത്, വചനം വായിക്കുന്നത്, ഇതെല്ലാം എനിക്ക് സന്തോഷം തരുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ. ദൈവത്തിന് കൊടുക്കുന്നത് ഒരു ബേർഡൻ അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു ബേർഡൻ അല്ല, ഞാൻ ഉപവസിക്കുന്നത് ഒരു ബേർഡൻ അല്ല. ഇതെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ നാഥന്, എൻ്റെ ഭർത്താവിന് ആ സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായ കാര്യങ്ങളാണ്. അതാണ് ആത്മീയമായ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മലയാളത്തിലൊക്കെ ചില പാട്ടുകൾ ഭക്തന്മാരെഴുതിയപ്പോൾ അവരങ്ങനെ എഴുതിയത്, ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും. അവർ അനുഗ്രഹത്തെ അല്ല നോക്കിയത്, അവർ പാടിയത് ഇങ്ങനെ, എല്ലാം വിപരീതമായിക്കോട്ടെ എന്നാലും യാത്ര ചെയ്യും, ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ആ രീതിയിലുള്ള ഒരു ആത്മീയമായ പക്വതയിലേക്ക് ദൈവസഭയെ ദൈവം നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആദ്യം, ഷി വിൽ റെസ്പോണ്ട് ടു മീ. ദെർ വിൽ ബി എ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ആത്മീയമായ ഒരു സംവേദനക്ഷമത അവരിൽ വരും. രണ്ടാമത്, there will be an intimate relationship. അടുപ്പമുള്ള ഒരു ബന്ധം അവരിൽ വരും. ഒരു ഹൃദയം ദൈവത്തോടടുക്കുമ്പോൾ ഒരു മതപരമായ ഒരു റിലീജിയസ് പെർഫോമൻസിൽ നിന്ന് അതീതമായി ആ സ്നേഹത്തിൽ നിന്ന് ഉള്ള ഒരു ആത്മീയത അവർക്ക് കൈവരും. ഇനി 3ാമത്തെ ഭാഗോട് വായിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. 3ാമത്, അവരിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസം അതിൻ്റെ 17ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും, ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല. ഇപ്പോൾ 3ാമതായി, an exclusive devotion to the Lord. First, a spiritual sensitivity. Second, an intimate relationship. Third, an exclusive devotion unto the Lord. ഇപ്പോൾ ആ ഒരു ബാലിൻ്റെ ഭാഷ, ബാലിൻ്റെ ഓർമ്മ, ബാലിൻ്റെ ആകർഷണം, ബാലിൻ്റെ സ്വാധീനം, ഇവയെല്ലാം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചെന്നിരിക്കാം, എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ ഇതെല്ലാം വിട്ടല്ലേ ഈ ഭാഗത്തേക്ക് വന്നത്, പിന്നെ എന്താണ് ഈ പറയുവാൻ ആഗ്രഹിക്കുന്നത്?
ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ ഇങ്ങനെയാ കേട്ടത്: വെൻ ദ പ്രൈമറി ബിക്കംസ് സെക്കൻഡറി ഇറ്റ് ബിക്കംസ് ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധന വളരെ സിമ്പിളാണ്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാഥമികത, ആ പ്രഥമ സ്ഥാനം എന്നും നഷ്ടപ്പെട്ട് രണ്ടാമത് നിൽക്കുന്നതെല്ലാം ആ പ്രയോറിറ്റി ആയി തീരുമ്പോൾ അതിനാണ് മൂർത്തിപൂജ, അതിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. Whatever competes with God for our trust, love and security and obedience, those are our idols. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരനുണ്ട്. പുള്ളിയോട് ഒരു മണിക്കൂർ പലപ്പോഴും സംസാരിച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം പോലും പലപ്പോഴും പുള്ളിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് വലിയൊരു വിനോദമാണ്. പുള്ളി അതിനെപ്പറ്റി ആ എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങളെല്ലാം പറയും. ഞാൻ ചിലപ്പം അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ചിന്തിക്കും, കർത്താവേ, ആ ഒരു സഹോദരൻ ഒരു നിമിഷം പോലും ആത്മീകമായി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ, ഇന്ന് സായാഹ്നത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ ആ പ്രാഥമികതകൾക്ക്, നമ്മുടെ പ്രയോറിറ്റിന് വ്യത്യാസം വന്ന് ഇന്ന് നമ്മുടെ ആ വിശ്വാസം, സ്നേഹം, സുരക്ഷിതത്വം, അനുസരണം എന്നിവയിൽ നിന്ന് ദൈവത്തോട് മത്സരിക്കുന്നത്, അത് ചിലപ്പോൾ എൻ്റെ കുടുംബമായിരിക്കാം, എൻ്റെ ഫൈനാൻസസ് ആയിരിക്കാം, എൻ്റെ ജോലിയായിരിക്കാം, എൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, എൻ്റെ സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ അത് നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ഘടകങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ഉപവാസത്തിൽ ദൈവത്തോടുള്ള ഒരു പൂർണ്ണമായ സമർപ്പണം, ഒരു ഏകാഗ്രമായ ഭക്തിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ്, അതെന്തെങ്കിലും ആണെങ്കിൽ, അതിനെ സ്മരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, റിമൂവ് ഇറ്റ് ഫ്രം മീ ഓ ഗോഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് എൻ്റെ മക്കളായിരിക്കാം, എൻ്റെ ഭാര്യയായിരിക്കാം, എൻ്റെ ഭർത്താവായിരിക്കാം, എൻ്റെ ജോലിയായിരിക്കാം, എൻ്റെ ധനത്തോടുള്ള മോഹങ്ങളായിരിക്കാം, എന്തെങ്കിലും ആണെങ്കിൽ കർത്താവേ, അതൊന്നും കർത്താവേ, എനിക്കൊരു തടങ്ങൽ പാറയായി മാറാതെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. ഒന്ന്, ദ ലൊക്കേഷൻ ഇസ് വിൽഡർനെസ് വെൻ വി കംപ്ലീറ്റ്ലി ഗീവ് അറ്റൻഷൻ ടു ദ ലോർഡ്. 2, അതിൻ്റെ പർപ്പസ്. 3, ആഴമായ പരിവർത്തനങ്ങളാണ് ദൈവജനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. 1, ആ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, ആത്മികമായ ഒരു സംവേദനക്ഷമത. 2, ഒരു കവനന്റ് ഇൻറ്റിമസി, ഒരു ഉടമ്പടിയിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആഴമായ ഒരു ബന്ധവും ഒരു അടുപ്പും. 3, നാം ചിന്തിച്ചത് ബാലിനെ സ്മരിക്കുക പോലുമില്ലാത്ത, when the primary remains primary, ദൈവത്തോടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഏകാഗ്രഹമായ ഒരു ഭക്തിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് 3-ായിട്ട് പെട്ടെന്ന് ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബ്ലെസ്സിങ്സ് വൺസ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് റെസ്റ്റോർഡ് ഓർ ചേഞ്ച്ഡ്. ആ ഭാഗം വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. 1, ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, and also what God gave them in terms of prospering them. ആ ഭാഗമാണ് അവിടെ അവസാനമായിട്ട് പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആ ബന്ധത്തിൽ അധിഷ്ഠിതമായി ഇപ്പൊ ദൈവം പറയുക, ഞാൻ 21-ാം വാക്യം, ഞാൻ ആ കാലത്ത് ഉത്തരം നൽകും, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും, അവ ഇസ്രായേലിന് ഉത്തരം നൽകും. ഇപ്പോൾ ഒരു പ്രോസസ്സ്, ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ആ നല്ല ഒരു നിലയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരുന്ന ഒരവസ്ഥ. എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ വലിയ പട്ടികയിൽ നിന്ന് എല്ലാം എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് അതിൻ്റെ അവസാന 2 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും.
എൻ്റെ അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആ ബ്ലെസ്സിങ്ങിൻ്റെ എല്ലാം ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 18 മുതലുള്ള 23 വരെയുള്ള വാക്യങ്ങൾ, ദൈവം, സുരക്ഷ, ദൈവം, ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം പറഞ്ഞിട്ട് പറയുക. അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ നോക്കി ഞാൻ നിൻ്റെ ദൈവമെന്നും അവർ റെസ്പോണ്ട് ചെയ്യുന്ന മനോഹരമായൊരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ ദൈവം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും. ഇന്ന് രാത്രിയിൽ, ഇന്ന് സായാഹ്നത്തിൽ നമ്മൾ ആത്മികമായ ഒരു വേവേഡ്നെസ്സിലാണെങ്കിൽ, ഒരു ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആ പ്രാഥമികതകൾ, പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഗിവ് മീ ബാക്ക് ദാറ്റ് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, ആ ഒരു ആത്മീക സംവേദന ക്ഷമത എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, ആരാധന, ദൈവവചനം വായിക്കുന്നത്, ദൈവത്തിന് കൊടുക്കുന്നത്, ഇതെന്തെങ്കിലും ഒരു ഭാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, ആ ഒരു ഉടമ്പടിയിൽ നിന്നുള്ള ആ ഒരു ഇൻറ്റിമസി, ഒരു അടുപ്പം, ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന സ്നേഹത്തിൽ നിന്ന് മാത്രം പൊന്തി വരുന്നതാകട്ടെ എൻ്റെ ആരാധന, എൻ്റെ ഉപവാസം. ആ ബന്ധത്തിൽ, ആഴമായ ബന്ധത്തിൽ നിന്ന് വരുന്നതാകട്ടെ ഞാൻ ചെയ്യുന്ന ആത്മീക കാര്യങ്ങളെല്ലാം എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമ്മുടെ ജീവിതത്തെ ആ ഏകാഗ്ര ഭക്തിയിലേക്ക്, ഞാൻ ബാലിൻ്റെ പേരുകൾ എടുക്കയില്ല, സ്മരിക്കയില്ല. അത് ബാല് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആകട്ടെ, എന്ത് തന്നെ ആയിരിക്കോട്ടെ, എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആ ഒരു എക്സ്ക്ലൂസീവ് ഡിവോഷനിലേക്ക്, ഏകാഗ്ര ഭക്തിയിലേക്ക് ഈ ദിവസങ്ങളിൽ എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യമാണ്. ദൈവം തൻ്റെ ജനത്തെ നോക്കി പറയുക, നിങ്ങൾ എൻ്റെ ജനം. തിരിച്ച് ഒരു വർഷിപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തെ നോക്കി ഒരു സഭയായി പറയുക, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ ഞങ്ങളുടെ ദൈവം. അതാണ് അതിൻ്റെ എല്ലാം ഒരു അന്തസത്ത, അതിൻ്റെ എല്ലാം ഒരു ഏറ്റവും സമുച്ചമായ, ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്ന് പറയുന്നത്, ആ കുടുംബങ്ങളായി, വ്യക്തികളായി, ആ ഒരു സഭയായി ദൈവസന്നിധിയിൽ പറയുക, നീ ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സമയം തന്ന ദൈവദാസനോടും എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ട ദൈവജനത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.